ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്, കുക്കർ ചിക്കൻ. ഇത് വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഈസിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി മല്ലിയില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഫുഡ് കളർ വളരെ കുറച്ച്, 1 നാരങ്ങാ നീര്, കുറച്ച് ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ട് മസാല നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, 3 ക്യാരറ്റ്, കുറച്ച് മല്ലിയില, കറിവേപ്പില, 8 ഉരുളക്കിഴങ്ങ്, 3 സവാളയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് വലുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കിഴങ്ങ് അടിയിൽ വരുന്ന രീതിയിൽ എല്ലാ വെജിറ്റബിൾസും ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അര കപ്പ് ഓയിൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെജിറ്റബിൾസും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കാല് ഒരു നൂല് ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിവയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും വേപ്പിലയും വെച്ച് ചിക്കൻ്റെ ബാക്കി വന്ന മസാലയിൽ അര കപ്പ് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അടച്ച് അടുപ്പിൽ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ 1 വിസിലും നോർമൽ ഫ്ലെയിമിൽ 3 വിസിലും വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള, 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. സവാള മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആയ ശേഷം മുളകും വേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി കൂടി ആഡ് ചെയ്യാം. ഗ്രേവി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. 4 വിസിലും വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് ചിക്കൻ എന്തായി എന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ സൂപ്പറായി വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ചിക്കൻ്റെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാനിലേക്ക് ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിച്ച വെജിറ്റബിൾസും ഗ്രേവിയും മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അടച്ച് വെച്ച ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ്റെ കൂടെ വേവിച്ചെടുത്ത വെജിറ്റബിൾസ് കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മസാല ഈ വെജിറ്റബിൾസിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.